കാഫെസ്റ്റിൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ഒരു സെഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളിവിടെ ആശയപരമായി മാത്രമല്ല പ്രാവർത്തികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തികളുടെ ഒരു എടുത്തുകാട്ട് കൂടിയാണ് എന്ന് ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ഈ ഇരിക്കുന്ന ഇടത്ത് തന്നെ ഒരു പക്ഷേ പ്രകൃതി സൗഹാർദ്ദമല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് അല്പം പ്രയാസപ്പെട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇന്ന് രാവിലെ തന്നെ ഞാൻ മറ്റൊരു ചടങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ആദ്യം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മുതൽ ഉള്ള നമുക്ക് നൽകുന്ന ബൊക്കയിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗുകൾ മുതൽ ഇവിടെ ശോഭയും കൊണ്ടുവന്നിരിക്കുന്ന ബാഗ് പ്രത്യേകം പ്രകൃതി സൗഹാർദ്ദമാണെന്നുള്ളത് എടുത്തു കാണുന്നു. അപ്പോൾ അങ്ങനെ കാഫെസ്റ്റ് നമ്മൾ നടത്തുന്നത് തന്നെ എനിക്ക് തോന്നുന്നു കനകക്കുന്നിൽ ഏറ്റവും പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള രീതിയിൽ ഈ ഒരു വിഷയത്തിൽ ഒരു എടുത്തുകാട്ടായി തന്നെ മാതൃകാപരമായിട്ട് തന്നെ ഇനിയും തുടരട്ടെ എന്നുള്ളത് ആദ്യം തന്നെ ആശംസിച്ചുകൊണ്ട് അതിന് സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. മാലിന്യ സംസ്കരണം എന്നത് സർക്കാർ മാത്രം നടത്തേണ്ടുന്ന, സർക്കാരിൻ്റെയും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മാത്രം ഒരു ചുമതലയാണോ എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരും ആദ്യം ചോദിക്കേണ്ടുന്ന ചോദ്യം. ആ ചോദ്യം നമ്മുടെ പാനലിസ്റ്റിനോട് ചോദിച്ച് ഞാൻ കഷ്ടപ്പെടുത്തുന്നില്ല. കാരണം ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ല എന്നുള്ളതാണ്. നമ്മൾ ഓരോ വ്യക്തിയുടെയും ഓരോ പൗരൻ്റെയും ചുമതലയാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത് ആമുഖമായി ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് വഴികാട്ടിയായി നിൽക്കുവാനും അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാനും തീർച്ചയായിട്ടും സ്ഥാപനങ്ങൾക്കും സർക്കാരുകൾക്കും സംരംഭകർക്കും ശാസ്ത്രജ്ഞർക്കും ഒക്കെ ഒരു പങ്കുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഞാനിങ്ങോട്ട് വരുമ്പോൾ വീരാൻകുട്ടിയുടെ ഒരു കവിത ഓർക്കുകയായിരുന്നു. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അധികമാണ് ആർക്കും ഒരുമിച്ച് 5 പേനകൾ എന്ന്. അധികമാണ് ആർക്കും ഒരുമിച്ച് 5 പേനകൾ എന്ന്. 5 വിരലുകളുള്ള കൈകൊണ്ട് നമ്മൾ എഴുതുമായിരിക്കും, പക്ഷേ നമുക്ക് ഒരു പേന കൊണ്ടേ ഒരു സമയത്ത് എഴുതാൻ സാധിക്കുകയുള്ളൂ. കവിതയിൽ അതുപോലെ രസകരമായിട്ടുള്ള കുറേ അധികം ഭാഗങ്ങളുണ്ട് അതിന് ശേഷവും. പക്ഷേ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഗാന്ധിജി പണ്ട് സൂചിപ്പിച്ചതുപോലെ ദർ ഇസ് ഇനഫ് ഫോർ എവ്രി വൺസ് നീഡ് ബട്ട് നോട്ട് ഫോർ എവ്രി വൺസ് ഗ്രീഡ് എന്ന് പറഞ്ഞതുപോലെ ആവശ്യത്തിനുള്ള സ്രോതസ്സുകൾ ഭൂമിയിൽ എന്നുമുണ്ട്, പക്ഷേ അത്യാഗ്രഹത്തിനുള്ള സ്രോതസ്സുകളില്ല എന്നുള്ളത്. ഒരു പക്ഷേ അവിടെ നിന്നായിരിക്കും നമ്മൾ മാലിന്യ സംസ്കരണത്തിൻ്റെ ബാലപാഠങ്ങൾ ആരംഭിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ബാലപാഠങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ KSWMPൻ്റെ ഒരു പുസ്തകമാണ് ശോഭ. ഐ എം ഷുവർ ദേ ഹാവ് സീൻ ഇറ്റ്. ബട്ട് ഇത് ഞങ്ങൾ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മാലിന്യ സംസ്കരണത്തിൽ, ശുചിത്വത്തിൻ്റെ കുഞ്ഞ് ഹീറോസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഫി ടേബിൾ ബുക്ക് പോലെ ഒരു ചെറിയ പുസ്തകമാണ്. പക്ഷെ ഓരോ ജില്ലയിലും ഒരു കുട്ടിയെങ്കിലും മാതൃകാപരമായിട്ടുള്ള പ്രവൃത്തികൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു കുട്ടിയുടെയെങ്കിലും ഒരു കഥ, ഒരു അനുഭവം അവരുടെ തന്നെ ഭാഷയിൽ ഇതിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു പ്രചോദനമാകും എന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ പറയുന്ന ഓരോ കാര്യവും യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മാത്രം ചിന്തകൾ, മറ്റാരും എഴുതിപ്പിച്ചതോ അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചതോ ഒന്നുമല്ല. ആ ചിന്തകൾ മാത്രം കാണുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ മാലിന്യ സംസ്കരണം ഇത്ര എളുപ്പമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. പലപ്പോഴും ഇതിനാവശ്യമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ ചെലുത്താത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയധികം സങ്കീർണമായിട്ട് മാറുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. മാലിന്യം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ ഈ പറയുന്ന ബാലപാഠങ്ങൾ, അതായത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നുള്ള ഒരു ബാലപാഠം ഇന്നൊരു പക്ഷേ കേരളത്തിൽ എല്ലാവർക്കും അറിയാമായിരിക്കും. കുറവ് മാലിന്യങ്ങൾ സൃഷ്ടിക്കുക, വസ്തുക്കൾ പുനരുപയോഗം ചെയ്യുക, പുനരുപയോഗം ചെയ്യാൻ പറ്റാത്തവയെ പുനഃചംക്രമണം ചെയ്യുക എന്നുള്ള ലളിതമായിട്ടുള്ള 3 പടികളിൽ യഥാർത്ഥത്തിൽ മാലിന്യ സംസ്കരണത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അവിടെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് എത്തിയിരിക്കുന്ന അതിഥികൾ 2 പേർ വളരെ പ്രത്യക്ഷമായി മാലിന്യ സംസ്കരണ രംഗത്തെ വിദഗ്ധരാണ്. ഡോക്ടർ അജയകുമാറും ഡോക്ടർ ജയകുമാറും.
രണ്ടുപേർക്കും ഒപ്പം എൻ്റെ സഹപ്രവർത്തകരാണ് എന്ന് എനിക്ക് പറയാൻ അഭിമാനമുള്ള 2 വ്യക്തികൾ കൂടിയാണ്. ഒപ്പം എൻ്റെ പ്രിയങ്കരിയായ സുഹൃത്ത് ശോഭയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതിഥി എന്ന നിലയിൽ ഞാൻ ശോഭയിൽ നിന്നും ആരംഭിക്കുകയാണ്, വിത്ത് യുവർ പെർമിഷൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം മുതൽ ഒരു പക്ഷേ ശോഭ എന്ന ഏറ്റവും അധികം തിളങ്ങി നിൽക്കുന്ന മേഖല തീർച്ചയായിട്ടും ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തന്നെയാണ്. അപ്പോൾ ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ് നമുക്ക് ഞാൻ ഈ പറഞ്ഞ ആപ്തവാക്യം എന്നുള്ളത്, റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്നുള്ളത് ഏറ്റവും പ്രാവർത്തികമായി ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നത്. ഹൗ ഇസ് ഇറ്റ് ദാറ്റ് യു ലുക്ക് അറ്റ് waste management, waste generation, waste management in the textile industry today? So ഒരു സംരംഭക എന്ന നിലയിൽ ഈ ഒരു മേഖലയിൽ എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ശോഭ ആദ്യം പറഞ്ഞാൽ we can start off with that and then we'll come to your personal household waste management issues in the next round. So basically ഫാഷൻ തന്നെ ഇന്നത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ വലിയൊരു പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. അതും സ്പെഷ്യലി ഫാസ്റ്റ് ഫാഷൻ എന്ന് നമ്മൾ പറയും അല്ലെ, എല്ലാവർക്കും എന്താ പുതിമ അതിട്ട് കളയുക എന്നുള്ളൊരു ഹാബിറ്റായി മാറിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷേ ഇന്ന് കുറച്ച് ഡിസൈനേഴ്സ് എങ്കിലും അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട്, ബിക്കോസ് എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം ദെയർ അല്ലേ, അത് ക്രിയേഷൻ, അണ്ടർസ്റ്റാൻഡ്, ക്രിയേറ്റ് ആൻഡ് ഡെലിവർ ആണ്. അപ്പം ഇന്ന് എന്താണ് വേണ്ടത്, ലോകത്തിന് മാറ്റം എന്താണ് വേണ്ടത് എന്നാലോചിച്ച് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് അവിടെ മാറ്റമുണ്ടാക്കുക എന്നുള്ളതിലാണ് കാര്യം. അതിനോടൊപ്പം ഇത് യൂസ് ചെയ്യുന്ന യൂസേഴ്സ്, അതായത് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസും ഒരു കോൺഷ്യസ് ബയേഴ്സായിട്ട് മാറേണ്ട ആ ഒരു മാറ്റം അവരിലും നമ്മൾ ഉണ്ടാക്കണം, ആ അവയർനെസ് കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഫാഷൻ ആണെങ്കിൽ പോലും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പാണ്. അവിടെ അതിലും കൈത്തറിയാണ്, നോട്ട് പവർലൂംസ്, അവിടെ കൈത്തറിയാണെന്നുള്ള കാര്യമാണ്. അപ്പം അവിടെ നമ്മൾ ആർട്ടിസൻസിനെയും വീവേഴ്സിനെയും ഒക്കെ നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ച് എങ്ങനെ വളരാം എന്നുള്ളൊരു ഒരു ചേഞ്ച്, സോഷ്യൽ ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആൻഡ് വി വർക്ക് ഫോർ ദ ട്രിപ്പിൾ ബോട്ടം ലൈൻ, ഫോർ പീപ്പിൾ, പ്ലാനറ്റ് ആൻഡ് പ്രോഫിറ്റ്സ്, വിച്ച് ഇസ് ഗ്രോയിങ് ടുഗെദർ. അപ്പോൾ ലൈക്ക് ഐ സെഡ്, നമ്മൾ ക്രിയേഷനിൽ തന്നെ നമ്മൾ അവിടെ തന്നെ നമ്മൾ ഓരോ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ്. അവിടെ എന്താ പറയുക, പോളിസ്റ്റർ അല്ല, എങ്ങനെ നമുക്ക് നാച്ചുറൽ ഫൈബേഴ്സിൽ നിന്ന് തുടങ്ങാം, അതും ഓർഗാനിക് ആയിട്ടുള്ള ഫാമിംഗ്. അവിടെയും ഏറ്റവും കൂടുതൽ നമ്മൾ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, ലൈക്ക് കോട്ടൺ കൾട്ടിവേഷനിൽ അവിടെ വെള്ളം എങ്ങനെ നമുക്ക് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അവിടെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു മാറ്റം വരുത്തി ഓർഗാനിക് കോട്ടൺസ്, ഓർഗാനിക് ആയിട്ടുള്ള എങ്ങനെ കൾട്ടിവേഷൻ ചെയ്യാം, അതിൽ നിന്നും നമ്മൾ ഈവൻ ഇൻക്ലൂഡിങ് അവർക്ക് തന്നെ ഫെയർ വേജസും എല്ലാം കൊടുത്തിട്ട് എങ്ങനെ അവിടെയും ഒരു മാറ്റം വരാം. ഓരോരോ കാര്യം നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. അവിടെ നമ്മൾ എത്രത്തോളം നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കുന്നു. ആൻഡ് ഓൾസോ അവിടെ നിന്ന് പിന്നെ നമുക്ക് വരുന്നത് വീവിങ്ങിലേക്കായിരിക്കാം, അവിടെ ഡൈയിങ്ങിലേക്കായിരിക്കും. അഗൈൻ ഡൈയിങ് എന്ന് പറയുന്നതും ഒരു വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കെമിക്കൽ ഡൈയിങ് എന്നുള്ളൊരു കാര്യം ഏറ്റവും കൂടുതൽ അഗൈൻ അടുത്തൊരു പൊല്യൂട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ നാച്ചുറൽ ഡൈസ്, ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം കൈത്തറിയാണ് ഉടുക്കുന്നതെങ്കിൽ ഇന്ന് ഞാൻ ഞങ്ങളുടെ ബോധ എന്ന് പറഞ്ഞ ഒരു സബ്രാൻഡ് ഉണ്ട്, അത് നമ്മൾ ആയുർവേദിക് ഡൈസ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ 3000-ഓളം പഴക്കമുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ബാക്ക് ടു ദ റൂട്ട്സ് എന്ന് പറയും, അതിലേക്ക് നമ്മൾ തിരിച്ചെങ്ങനെ നമുക്ക് ഇപ്പം അറിഞ്ഞ് മാറ്റം തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് വി ഡു സീ എവറി ഡേ നമ്മളുടെ ചുറ്റും നടക്കുന്ന ഇപ്പം എൻവയോൺമെൻറ്റൽ ചേഞ്ചസിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ ഓരോരുത്തരും, നമുക്കിപ്പോൾ കേരളത്തിൽ ഒരിക്കലും ഫ്ലഡ് വരില്ല എന്ന് പറഞ്ഞാൽ അതുവരെ വന്നു. അപ്പോൾ ആ ഒരു ഈവൻ എനിക്ക് തോന്നുന്നു ഫ്യൂ മന്ത്സ് ബാക്ക് ടെക്നോ പാർക്കിൻ്റെ അവിടെ വന്ന ക്ലൈമറ്റ്, ആ ഒരു ചേഞ്ച്, രാവിലെ മുതൽ ഉച്ച വരെ ആ ഫോഗി ആയിട്ട് കിടന്നു. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ പ്രകൃതി കാണിച്ചു തരികയാണ്. ഇനിയെങ്കിലും നീ മാറിക്കോ, ഷീ ഡസൻ നീഡ് അസ്, വി നീഡ് ഹർ, മദർ പ്ലാനറ്റിന് നമുക്കാണ് ആവശ്യം, അമ്മയ്ക്കല്ല. അവർക്ക് വേണ്ട രീതിയിൽ അവരത് ചെയ്യും, മാറ്റങ്ങൾ വരുത്തും, നമുക്കാണ് നഷ്ടം. അപ്പോൾ അവിടെ എങ്ങനെ നമുക്ക് അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് ഇത് മാറ്റം വരുത്തും. അപ്പം ഡൈയിങ്, അപ്പോൾ ഇത് എന്താ പറയുക, നമുക്ക് നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന
സാൻഡൽവുഡ്, നീം, തുളസി, രാമച്ചം, പല പല ഡൈസ് വെച്ചിട്ട് നമുക്ക് അത് തന്നെയാണ് പണ്ട് മഹർഷിമാർ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ തിരിച്ചു വരിക. അതുപോലെ തന്നെ അടുത്ത വീവിങ്, പവർലൂം അല്ല, നമുക്ക് കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളത് എങ്ങനെ നമുക്ക് പിന്നെ അതിലേക്ക് പിന്നെ കോൺഷ്യസ് ബൈയിങ്. അപ്പം നമ്മൾ ബി എ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയും. അപ്പം കൂടുതൽ ഇൻഡസ്ട്രി മെയ്ഡ് അല്ലാതെ എങ്ങനെ നമുക്ക് ചുറ്റുമുള്ള സ്മോൾ ബിസിനസ്സിനെ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള, സ്പെഷ്യലി വിമൻ ഓൺട്രപ്രണേഴ്സ് ഐ വുഡ് സേ, ബിക്കോസ് ഐ എം എൻ വുമൺ ഓൺട്രപ്രണർ. അപ്പോൾ എങ്ങനെ നമുക്ക് അവർക്ക് നമ്മൾക്കപ്പോൾ എഗെയിൻ യൂസേഴ്സ്, ബയേഴ്സ്, എങ്ങനെ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്, വാട്ട്സ് ദ സ്റ്റോറി ബിഹൈൻഡ് ഈച്ച് പ്രോഡക്റ്റ്, എവറി പ്രോഡക്റ്റ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് അത് ചെയ്യാന്നുള്ള കാര്യമാണ്. അത് യൂസ് ചെയ്തതിന് ശേഷം വാഷ്, അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാനൊരു സാരി മേടിച്ചു അല്ലെങ്കിൽ ഞാനൊരു തുണി മേടിച്ചു, അത് എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അത് ലാസ്റ്റ് ചെയ്യിക്കാം എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പലപ്പോഴും നമ്മൾ വിട്ടുപോണ കാര്യമാണ്. ഇപ്പോൾ സാരി ആണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ഹാൻഡ് വാഷ് ആണ്, നമുക്ക് അധികം ഡിറ്റർജൻസ് യൂസ് ചെയ്യാൻ പാടില്ല, ലിറ്റിൽ ടെമ്പറേച്ചർ ഹൈ ആയിട്ട് യൂസ് ചെയ്യരുത്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇത് ചെയ്യാം. പിന്നെ അടുത്തത് വരുന്നത് ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇത് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ഇല്ലാത്തതായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള. ഇപ്പം ത്രെഫ്റ്റ് ഷോപ്സ് ഇപ്പം പതിയതായിട്ടൊരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്, അത് സ്വാപ്പ് ഷോപ്സ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ കൊണ്ടുവരേണ്ടത് ലൈബ്രറീസ് നമ്മൾ കൊണ്ടുവരണം, ലൈക്ക് വേർ വി ക്യാൻ ആക്ച്വലി ഗോ പിക്ക് ഇറ്റ് അപ്പ്, ഗിവ് ഇറ്റ് ബാക്ക് ആൻഡ് യുനോ നമുക്ക് സ്വാപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ എക്സിബിഷൻസ്, പോപ്പപ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ വരണം. അങ്ങനെ ഒരു ഇപ്പം നമുക്ക് ലൈബ്രറി ഉള്ളതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതൊക്കെ നമുക്ക് നടത്താൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ആരെങ്കിലും ഒരാൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് I know you can do it. അപ്പം and also stop playing this blame game. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിം ആണ് കളിക്കുന്നത്. അതിന് പകരം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നോക്കുക. ഗവൺമെൻറ്റിനെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽസ് നമ്മൾ അവരിലേക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട മാറ്റം എല്ലാം നമ്മളിൽ നിന്ന് തുടങ്ങട്ടെ. ആ ഗവൺമെൻറ്റും രൂപീകരിച്ച നമ്മൾ തന്നെയാണ് അതിൻ്റെ ഒരു പാർട്ട്. അപ്പോൾ സൊസൈറ്റി, ആസ് ഇൻഡിവിജ്വൽസ്, ആസ് ഗവൺമെൻറ്, ആസ് കോർപ്പറേറ്റ്സ്, CSR ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ്, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരിക എന്നുള്ളത്. ആൻഡ് ഈ പറഞ്ഞ പോലെ ആ മാറ്റം നമ്മളിൽ വരട്ടെ, ആ മാറ്റം നമുക്ക് മറ്റുള്ളവരിലേക്കും അത് കൊടുക്കാൻ പകർത്താൻ പറ്റട്ടെ. ദാറ്റ് ഇസ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു, ടു ഇൻസ്പയർ യങ്സ്റ്റേഴ്സ് ടു വെയർ മോർ സാരീസ്. ആ ട്രഡീഷൻസും ഇതും നമുക്ക് മറ്റുള്ളവരിലേക്ക്, ഇപ്പം അതൊരു ട്രെൻഡായി കഴിഞ്ഞു. ഇപ്പം എവിടെയും നമുക്ക് ഓൺലൈൻ തുറന്നു കഴിഞ്ഞാൽ സാരി ബിസിനസ്സാണ്. ആൻഡ് ആ മാർക്കറ്റ് വലുതായി എന്ന് പറയുകയാണെങ്കിൽ പറയാം, ബിക്കോസ് അത്രയും പേര് ഉടുത്തു തുടങ്ങി, അതുകൊണ്ടാണ് അത്രയും സെയിൽസും വരുന്നത്. അപ്പം അതുപോലത്തെ ഒരുപാട് മേഖലകളിലേക്ക് ഇനിയും ഒരുപാട് പേർക്ക് ഇറങ്ങാൻ പറ്റട്ടെ, മാറ്റം വരുത്താൻ പറ്റട്ടെ. ആൻഡ് റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ, ദാറ്റ് ഈസ് ദ കീ. അത് തന്നെയാണ് ആ കീ എന്ന് പറയുന്നത്. അത് നമ്മളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി. ഇപ്പം ഈ ഒരു ചെറിയ ഭൂമിക, ഇത് ഡോള്, ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്സൈക്ലിംഗ് again. അതുപോലെ സർക്കുലർ ഫാഷൻ, സ്ലോ ഫാഷൻ, ഇതൊക്കെ പുതിയ ടേംസ് വരുന്നത് ബിക്കോസ് അത് പ്രോബ്ലം കണ്ട് ഇതിനൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഈ ഡോള് നമ്മൾ ടെക്സ്റ്റൈൽ വേസ്റ്റിൽ നിന്നും അതുപോലെ ഹാൻഡ്ലൂം വേസ്റ്റിൽ നിന്നും ഫ്ലഡിൻ്റെ സമയത്ത് ഉണ്ടാക്കി ഇത് വരുത്തിയ ഈ ചെറിയൊരു പാവക്കുട്ടി വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാൽ 10 വീടുകൾ നമ്മൾ കെട്ടിക്കൊടുത്തു ലോ കോസ്റ്റിൽ. അതിൽ നമുക്ക് ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഹഡ്കോഡ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തത് വനിതകൾക്കൊരു അപ്സൈക്കിൾ ചെയ്തിട്ട് അവരെ എങ്ങനെ എംപവർ ചെയ്യാൻ പറ്റുന്നു, ഇത് വെച്ചിട്ടാണ് സൂയിങ് മെഷീൻസും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് ബാഗ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. ആൻഡ് അതുപോലെ തേർഡ് പ്രോജക്റ്റ് ആയിട്ട് വി ഹവ് സ്റ്റാർട്ടഡ് ദിസ് 1 rupee ലൂം പ്രോജക്റ്റ്. അഗൈൻ അത് ഈവൻ 1 രൂപയ്ക്ക് പോലും ഒരു വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ ഈ 1 രൂപ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? 1 രൂപ വെച്ച് 3.5 കോടി ജനങ്ങൾ വന്ന് അതിലൊരു ഭാഗം, ഈവൻ എ സ്മോൾ കിഡ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദിസ് കോസ്. നമ്മൾ ചെയ്ത നമ്മുടെ വിഷൻ എന്താണെന്ന് വെച്ചാൽ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ബാലരാംപുരം. പഴയ തറികൾ അഗൈൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കൈത്തറി എന്ന് പറയുന്നത്. പുതിയ ലൂംസ്, പല പ്രോജക്ട്സും നാഷണൽ പ്രോജക്ട്സ് വന്നിട്ടുണ്ട് വേർ ദി ഗോണ ഡൊണേറ്റ് ന്യൂ ലൂംസ്. അപ്പോൾ പഴയ ലൂംസിൻ്റെ കാര്യമാണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ബാലരാംപുരത്ത് നിന്ന് കുഴിത്തറി എന്ന് പറയുന്നതാണ് ഏറ്റവും നമുക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കലയാണ്. അപ്പം
ആ തറികളെ നമുക്ക് എങ്ങനെ റിവൈവ് ചെയ്തെടുക്കാം. അപ്പോൾ പഴയ ലൂംസിനെ നമ്മൾ റിവൈവ് ചെയ്തിട്ട് ഒരു പുതിയ ഇനിഷ്യേറ്റീവ് തുടങ്ങുകയാണ്. അതിന് ഭൂമികയുടെ ഇപ്പം വീവേഴ്സ് അവർക്ക് ബെറ്റർ വേജസ് കൊടുത്തുകൊണ്ട് ബെറ്റർ വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് towel. It's a Kerala തോർത്തിന് ഒരു മേക്ക് ഓവർ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതുവരെയായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു, ബിക്കോസ് ഇതിന്റെ ആദ്യത്തെ രൂപ ലാലേട്ടനാണ് ₹1 തന്നത് എനിക്ക്. അപ്പം ഐ വാണ്ടഡ് ടു ഗിഫ്റ്റ് ഹിം ഫസ്റ്റ്. പക്ഷെ ഐ വാണ്ടഡ് അറ്റ് ദ സെയിം ടൈം ഷോ യു ഗൈസ് വാട്ട് വി ക്യാൻ ഡു ഓർ മേക്ക് എ ഡിഫറൻസ്. ₹1 കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം നമുക്ക് മാറ്റങ്ങൾ. ദിസ് ഇസ് അനദർ ഒരു ഇത്. ഇപ്പൊ ബിനാലയ്ക്കൊക്കെ നമുക്ക് ഇറക്കണം എന്നുണ്ടായിരുന്നു. ഇറ്റ് വിൽ ബി അവൈലബിൾ എവറിവെയർ. ഇപ്പം കേരള ടവലിന് എങ്ങനെ നമുക്കൊരു, അത് നമ്മുടെ ഒരു ഇതാണ് അല്ലേ, കേരള തോർത്ത് എന്ന് പറയുന്നത്. അതിനൊരു മേക്ക് ഓവർ ഇതുവരെയായിട്ട് അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പൊ അതിന് സോഫ്റ്റ് ആയിട്ട് എന്താ ഹണി കോമ്പിൽ അത് ഡിസൈൻസ്. അപ്പം ഹൗ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ഇപ്പം ഒത്തിരി കുട്ടികൾ എനിക്ക് തോന്നുന്നു നിഫ്റ്റം NID പഠിക്കുന്നവർ സസ്റ്റൈനബിലിറ്റിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്, വിച്ച് ഇസ് എ ഹ്യൂജ് ആൻഡ് ഈവൻ ദ ഫാഷൻ വീക്സ്. ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ലണ്ടനിൽ ആദ്യമായിട്ട് എനിക്ക് കേരള കൈത്തറീനെ കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യം കഴിഞ്ഞ വർഷം കിട്ടി. അപ്പം അവിടെ ഞാൻ ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫാഷൻ വീക്ക്, കോപ്പൻഹേഗൻ ആണെങ്കിലും ന്യൂയോർക്ക് ആണെങ്കിലും ഏത് ഫാഷൻ വീക്കിലും സസ്റ്റൈനബിലിറ്റി എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അതൊരു മാൻഡേറ്ററി ആയിട്ട് ഒരു ക്രൈറ്റീരിയ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നല്ലതാണ്. അവിടെയാണ് എല്ലാം തുടങ്ങുന്ന ട്രെൻഡ്സ് എല്ലാം തുടങ്ങുന്ന അവിടെയാണ്. അപ്പം ആ മാറ്റം വരട്ടെ എന്നുള്ള കാര്യമാണ്. Thank you so much. We can see how passionate you are. Look at the bag. This is actually കയറാണ്. ഞാൻ ഇന്നലെയും കൂടി ഞാൻ കണ്ടൊരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വാഴ, ഫോർ എക്സാമ്പിൾ വാഴയുടെ നമുക്കറിയാം വാഴ എന്തുമാത്രം ഗുണമുള്ള ഒരു ഇതാണ്. എല്ലാം ഇതിലോട്ടാണ് പോകുന്നത്. അപ്പം എങ്ങനെ നമുക്ക് വേസ്റ്റിൽ നിന്നും വെൽത്ത് ഉണ്ടാക്കി, ഹൗ വി ക്യാൻ കൺവേർട്ട് വേസ്റ്റ് ഇൻ ടു വെൽത്ത് എന്നുള്ള കാര്യമാണ്. എന്ത് കാര്യമാണ് നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണുണ്ടാ പോരാ, നമ്മൾ കാണാൻ പഠിക്കണം എന്നുള്ള കാര്യമാണ്. ഒരു കുട്ടി ചെയ്തൊരു കാര്യമാണ്, വീട്ടിലിരുന്ന് ആ വാഴയുടെ ഇല, ഉണങ്ങിയ ഇല നമ്മൾ കളയുന്ന ഇത് കത്തിക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് വളമായിട്ട് പോകുമായിരിക്കും. ആ ഇല വെച്ചിട്ട് അതിനെ നനച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് പെറ്റൽസ് ആക്കി അതൊരു ബ്യൂട്ടിഫുൾ ബൊക്കെ ഫോർ എ ബ്രൈഡ്. എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതിനൊരു ഹൈ എൻഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റി. എങ്ങനെ വേസ്റ്റിൽ നിന്ന് അതൊരു കൺവേർട്ട് ചെയ്ത് അതിന്റെ ഒരു ചെറിയ ആൻഡ് വിത്തിൻ സെക്കൻഡ്സ്, സോ വിച്ച് യു ക്യാൻ ഓൾസോ ഡു, എനിബഡി കുഡ് ഡു അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ ഐഡിയാസ് വരട്ടെ, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റട്ടെ, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കോൺഷ്യസ് നിങ്ങളെ പോലുള്ള ഓരോ ബയേഴ്സ് ഉണ്ടായി വരട്ടെ. അതിലാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ആ മാറ്റത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ മാലിന്യ സംസ്കരണത്തിൻ്റെ എല്ലാ ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികളും പ്രവൃത്തികളും ഒക്കെ നയിക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ പദ്ധതിയുടെ ഒരു ആദ്യ ക്യാമ്പയിൻ, അതിൻ്റെ പേര് മാറ്റം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് ആ മാറ്റത്തിൽ പങ്കാളികളാകാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ശോഭ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു ഞാൻ. കാരണം ഞാൻ ഓരോ തവണ ഇപ്പോൾ കുട്ടികളെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ ഇൻട്രാക്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, അപ്പം നമ്മളൊരു പ്ലാസ്റ്റിക് കപ്പിൽ എടുത്ത് വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പേന വെച്ച് എഴുതുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ചോദ്യം സ്വയം ചോദിക്കുക, നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഇതിന് പകരം എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ഈ പ്ലാസ്റ്റിക്കിന് പകരം അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ള ഒരു വസ്തുവിന് പകരം എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ആ ഒരു ചോദ്യം നമുക്ക് ഓരോ തവണയും ചോദിക്കാൻ പറ്റിയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നമുക്കൊരു പരിഹാരം. കറക്റ്റാണ്. ഇത് പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുക, ഫാൻ ഓഫ് ചെയ്യുക, നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് അത് ഇടാതെ ഇരിക്കുക, ടാപ്പിൻ്റെ ഇത് അടയ്ക്കുക. ചെറിയ ചെറിയ കാര്യമാണ്, പക്ഷേ ആ ഡിഫറൻസ് നമ്മൾ ഒരു ഹാബിറ്റ് ആക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു മാറ്റമാണ് ഉണ്ടാക്കുന്നത്. ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ചവറ് വലിച്ചെറിയുക. വണ്ടി പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ലിറ്റർ ചെയ്യുന്ന ഇതുപോലെ ദേഷ്യമുള്ളൊരു കാര്യം വേറെ ഒന്നുമില്ല. ബിക്കോസ് ഐ കീപ് സീയിങ് ഇത് തുറന്നിട്ട് അതങ്ങ് എറിയും, അങ്ങ് റോഡിൽ അങ്ങ് എറിയും. അപ്പോൾ അത് ഇതേ കാര്യം നമ്മൾ എന്താ പുറം ലോകത്ത് പോകുമ്പോൾ ലൈക്ക് വേറൊരു നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യോ ഇല്ല. അപ്പം നമുക്ക് ആ റൂൾസ് റെഗുലേഷൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ അറിയാം. നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല, നമ്മളിത് നമ്മുടെ ഇന്ത്യയല്ലേ, ഇറ്റ്സ് ഇന്ത്യ നോ, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. നമ്മുടെ വീട് നന്നാക്കാൻ നമ്മളേ ഉള്ളൂ. നമ്മൾക്ക് മറ്റുള്ളവർ സ്പെഷ്യലി ടൂറിസ്റ്റ് വരുമ്പം ആൻഡ്
ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ട്രിവാൻഡ്രം ആൻഡ് കേരള. ഐ തിങ്ക് മറ്റൊരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ മാറിയിട്ടുണ്ട്. നല്ല എന്താ വൃത്തിയുടെ കാര്യത്തിൽ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അത് കൊടുക്കേണ്ട കാര്യം നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയണമല്ലോ. അപ്പം അതിലൊത്തിരി ഒരു മാറ്റമുണ്ട്. അതുപോലെ സേഫ് ആണ് യാത്ര ചെയ്യാനാണെങ്കിലും കുറേ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് മലയാളികൾ 100% ലിറ്ററസി ഉള്ള സ്ഥലം തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചില കാര്യങ്ങൾ. ഡോക്ടർ അജയ്കുമാർ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഒരു സംരംഭക തൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഓരോ പടിയിലും എങ്ങനെയാണ് പരിസ്ഥിതിയുമായി ചേർന്ന് പ്രവർത്തിച്ചു പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നത് മുതൽ വെള്ളം ഉപയോഗിക്കുന്നത് മുതൽ കെമിക്കൽ ഡൈ മുതൽ ഇങ്ങനെ കാണാപ്പുറത്ത് നടക്കുന്ന മലിനീകരണം ഒരുപാടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മൾ ഒരു പക്ഷേ ദൈനംദിന ജീവിതത്തിൽ എന്നും കാണുന്നത് ഈ പറയുന്ന പ്ലാസ്റ്റിക് കുപ്പികളായിരിക്കും. പക്ഷെ അതിലുപരിയായിട്ട് പ്രകൃതിയെ ഹാനികരമായിട്ട് ബാധിക്കുന്ന ഒരുപാട് മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അവയെല്ലാം ചില തലങ്ങളിൽ വെച്ച് നമ്മൾ അവയെ സംസ്കരിക്കുകയും അവയെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതിയും മാലിന്യ സംസ്കരണവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അത് ലളിതമായ രീതിയിൽ ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഈ പരിസ്ഥിതിക്ക് വാഹകശേഷി എന്നൊരു പ്രതിഭാസമുണ്ട്, അല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി. എത്രമാത്രം ആകാം, നമ്മുടെ വളർച്ച എത്രമാത്രം ആകാം, അല്ലെങ്കിൽ മാലിന്യം ഉണ്ടാകുന്നെങ്കിൽ എത്രമാത്രം മാലിന്യം പരിസ്ഥിതിയിൽ ഉൾക്കൊള്ളാനാകും, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് സ്വാംശീകരിക്കാനാകും, അങ്ങനെ ഒരു പ്രതിഭാസം പരിസ്ഥിതിക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു 90കളിലൊക്കെ പ്ലാസ്റ്റിക് മാലിന്യം വളരെയധികം വരുന്നതിന് മുമ്പ് നമ്മുടെ ഹോം സ്റ്റേ ടൈപ്പ് ഓഫ് ഹാബിറ്റേഷനാണ്. വീടും ചുറ്റുപാടും കിണറുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു സംവിധാനത്തിൽ ഉണ്ടാകുന്ന മാലിന്യമെല്ലാം അധിക ഭക്ഷണമൊക്കെ തന്നെ നമ്മുടെ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ചെടികൾക്കോ ഇട്ട് അങ്ങനെ കൈകാര്യം ചെയ്യുന്നു. അന്ന് മാലിന്യം എന്ന് പറഞ്ഞൊരു വാക്ക് പോലും അന്നുള്ള ആളുകൾക്ക് പരിചയമായിരുന്നില്ല. 95 ആകുമ്പോഴത്തേക്ക് ധാരാളമായിട്ടുള്ള പ്ലാസ്റ്റിക് വന്നതോടുകൂടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത് കൈകാര്യം ചെയ്യപ്പെടാൻ ആളുകൾക്ക് അറിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് പോയത്. 94 സൂറത്തിലെ പ്ലേഗ് നിർമ്മിക്കുന്ന ഒരു കാര്യം ഓടകളിലും മറ്റും കൂടുതലായിട്ട് അടിഞ്ഞുകൂടിയിട്ടാണ് ആ പ്രശ്നങ്ങളിലേക്ക് പോയത്. ബാക്ടീരിയൽ കണ്ടാമിനേഷൻ കൂടുതലായിട്ടുണ്ടായത്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു പശ്ചാത്തലമാണ് മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു 90കളിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ വർധന, മാലിന്യം കുന്നുകൂടുന്ന സ്ഥിതി, അതുപോലെ നഗരവൽക്കരണം വളരെ വലിയ തോതിൽ വന്നു. അതുപോലെ വാസയിടങ്ങൾ ചുരുങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന രീതികൾക്ക് കുറവുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ 90കളുടെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് മാലിന്യം വളരെയധികം കുമിഞ്ഞു കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അത് കത്തിക്കുക, അല്ലെങ്കിൽ കുഴിച്ചു മൂടുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുന്നുകൂട്ടിയിടുക എന്നൊരു സ്വഭാവത്തിലേക്ക് മനുഷ്യൻ മാറി. മാലിന്യം എന്ന് പറയുന്നത് ശുചിത്വത്തിൻ്റെ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ശുചിത്വം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംസ്കാരമാണ്, കാലങ്ങളെടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംസ്കാരമാണ്. അപ്പോൾ ആ സാംസ്കാരിക തനിമയ്ക്ക് വലിയൊരു വിഘാതമാണ്, അല്ലെങ്കിൽ വലിയൊരു ആഘാതമാണ് അന്നുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 99കളുടെ അവസാനമായപ്പോഴത്തേക്ക് ഇത്തരത്തിൽ കുഴിച്ചുമൂടലും കുന്നുകൂട്ടിയിടലും ഒക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള മലിനീകരണമാണ് നമ്മളുടെ ജലമേഖലയ്ക്ക് ഉണ്ടായത്. അതായത് ഈ മാലിന്യത്തിൽ നിന്ന് അഴുകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ലീച്ചേറ്റുകൾ, ഇതിനകത്ത് വളരെയധികം ഖനലോഹങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. ആ ഖനലോഹങ്ങളൊക്കെ വെള്ളത്തിലേക്ക് എത്തും, അത് അവിടെ കിടക്കും. അത് ചിലതൊക്കെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അത് ഇങ്ങനെ അഴുകുന്ന മാലിന്യങ്ങളൊക്കെ തന്നെ ബാക്ടീരിയകൾക്കും വൈറസുകൾക്കും താമസ സൗകര്യം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. അത് പ്രോളിഫറേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും 2000 ആയപ്പോഴത്തേക്ക് നമ്മളുടെ നാട്ടിലെ ഒരു ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം ഉണ്ടായി. അതുവരെ ഉണ്ടായിരുന്ന ഈ വലിയ മരണനിരക്ക് ഗണ്യമായിട്ട് കുറയുകയും എന്നാൽ രോഗാവസ്ഥ വളരെ വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ലോ മോർട്ടാലിറ്റി ആൻഡ് ഹൈ മോർബിഡിറ്റി എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് പോയി. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മാലിന്യ സംസ്കരണത്തിലെ പോരായ്മയാണെന്നുള്ളതിന് നമുക്ക് കൊറിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷമാണ് ഈ 2000 കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഒരു ചട്ടങ്ങൾ കൊണ്ടുവരികയും നമ്മളുടെ മുനിസിപ്പാലിറ്റികളുടെ മേളിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മുനിസിപ്പാലിറ്റികളുടെ പൂർണ്ണ ഉത്തരവാദിത്വമായിട്ടത് മാറി മാലിന്യ സംസ്കരണം. പക്ഷേ അവർക്ക് അതിനുള്ള വേർവിത്താളൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് അതിനുള്ള എക്സ്പേർട്ടുകളില്ല, പണമില്ല, സൗകര്യങ്ങളില്ല, അത്തരത്തിലൊക്കെ വന്നു. അപ്പോൾ ഇതുണ്ടാക്കുന്ന മലിനീകരണം വളരെ ഗണ്യമായിട്ട് വർദ്ധിക്കുകയും വളരെ വലിയ തോതിൽ നമ്മളുടെ ഈ രോഗഭാരം, ഡിസീസ് ബർഡൻ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്തൊരു മാറ്റമുണ്ട്. അത്
ഗാന്ധിജിയുടെ ഒരു ഉദ്ബോധനം നമുക്ക് അതിന് പ്രേരണ നൽകിയിട്ടുണ്ട്. അതായത് ശുചിത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവകാശമാണ്, അതോടൊപ്പം തന്നെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഉണ്ടാക്കുന്ന മാലിന്യത്തിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണം. അതേപോലെ തന്നെ ആ ഉത്തരവാദിത്വം അവർ എടുക്കുമ്പോൾ അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരുകൾക്ക്, പ്രാദേശിക സർക്കാരുകൾക്കായാലും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കുമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ഉദ്ബോധനത്തിൽ നിന്നാണ് നമ്മൾ എൻ്റെ വേസ്റ്റ് എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളൊരു മുദ്രാവാക്യത്തിലേക്ക് കേരളം പോയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓവർഫ്ലോ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നു. അത് സ്വാഭാവികമായിട്ടും എത്രമാത്രം മാലിന്യം എനിക്ക് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ തന്നെ കൈകാര്യം ചെയ്യുക. എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പ്ലാസ്റ്റിക് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോണിക് വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അഴുകുന്ന മാലിന്യങ്ങളൊക്കെ തന്നെ വീടുകളിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകൾ അപ്പോഴത്തേക്ക് ആയി കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ ചെയ്യുക. അത് പറ്റാത്തത് അതിന് ഉയർന്ന തലത്തിൽ ചെയ്യുക, അതും പറ്റാത്തത് കേന്ദ്രീകൃതമായ രീതിയിൽ ചെയ്യുക. അങ്ങനെ ഒരു ഓവർഫ്ലോ മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്ന നമ്മളുടെ മാനേജ്മെൻറ്റ് ടെക്നിക്കിലുള്ള ഒരു കാര്യം നമ്മൾ മാലിന്യവുമായി ബന്ധപ്പെടുത്തി ചെയ്യുക ചെയ്ത്. അതിലൂടെ നമ്മൾ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിച്ചു എന്നല്ല, നമ്മൾ മുമ്പോട്ട് പോയി, തീർച്ചയായിട്ടും ധാരാളം മുമ്പോട്ട് പോയി. പല നഗരസഭ, തിരുവനന്തപുരം, അതുപോലെ ആലപ്പുഴ തുടങ്ങിയ നിരവധി നഗരസഭകൾ മാതൃകയായിട്ട് മാറി. ആ അവരുണ്ടാക്കിയെടുത്ത മാതൃക, ഈ ഓവർഫ്ലോ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയെടുത്ത മാതൃകയാണ് 2016 കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ ചട്ടത്തിൽ പ്രതിഫലിക്കുന്നത്. അതായത് അവരവരുടെ മാലിന്യം അവരവർ തന്നെ പരമാവധി കൈകാര്യം ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകണം. ഏതൊക്കെ മാലിന്യമാണോ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് അതൊക്കെ കേന്ദ്രീകൃതമായിട്ട് ശേഖരിച്ച് റീസൈക്കിൾ ചെയ്യാനൊക്കെ ഉള്ളൊരു സംവിധാനം ഒരുങ്ങണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചട്ടക്കൂട് ഉണ്ടാക്കുകയും അത് മുമ്പോട്ട് പോവുകയും ചെയ്യും. ഇതിനൊക്കെ പോരായ്മകൾ ധാരാളമായിട്ടുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തി വരുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. ഇപ്പോൾ പരിസ്ഥിതിപരമായിട്ട് തന്നെ ഇതുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് വേണ്ടി വരുന്നതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാലാകാലങ്ങളിൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സമാന്തരമായിട്ട് സാങ്കേതിക വിദ്യകൾ വളരെയധികം വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്ക് അങ്ങനെ ആ സാങ്കേതിക വിദ്യാ വർധനവിനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ചൊന്നും അതിൻ്റെ സ്പീഡിൽ ഓടാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് പറ്റിയിട്ടില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഉണ്ടാക്കിയെടുത്ത സംവിധാനങ്ങൾ ഇന്നും തുടരുന്നു. അത് കൃത്യമായ രീതിയിൽ പരിപാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കാത്തതുകൊണ്ട് മാലിന്യം കുന്നുകൂടുന്ന അവസ്ഥയുണ്ട്. അവിടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൂടുന്നുണ്ട്. അത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ വളരെ വർദ്ധിതമായി ഉണ്ടാകുന്നു. എന്നിരുന്നാലും ഇന്നിപ്പോൾ അന്നുണ്ടാക്കിയ മാലിന്യം 2000-ൻ്റെ അവസാനത്തിൽ കുന്നുകൂടിയ പല മാലിന്യ സംഭരണ കേന്ദ്രങ്ങളും ഇന്നിപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് മെച്ചപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ മെച്ചപ്പെട്ട സ്ഥലത്തെ ആളുകളോട് പോയി സംസാരിക്കുമ്പോഴാണ് അവരുടെ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാകുക. ആ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ വീടുകളിൽ ഒരു സദ്യ നടത്താനോ ഒരു കല്യാണം നടത്താനോ പോലും ആളുകൾ തയ്യാറായിരുന്നില്ല. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സ്മെല്ല് ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ, നിരന്തരമായിട്ടുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായിട്ട് അസുഖങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ നിരന്തരം അവർക്കുള്ള ബുദ്ധിമുട്ടാണ് ഈ മെച്ചപ്പെടുത്തലിലൂടെ പരിഹരിച്ചത്. അപ്പോൾ പാരിസ്ഥിതികമായ മെച്ചപ്പെടുത്തൽ സ്വാഭാവികമായിട്ടും മാലിന്യ സംസ്കരണത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമ്മൾ തയ്യാറെടുപ്പ് നടത്തുന്നു. അതിന് ഉള്ള ഒരു മെച്ചപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോരാ, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വശത്ത് നടക്കുമ്പോഴും നമ്മൾ കാണേണ്ടത് വർദ്ധിതമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ വരുന്നു. ലോകമാകെ ഇന്ന് വളരെ വലിയൊരു പരിസ്ഥിതി പ്രതിസന്ധിയിലാണ്. 3 കാരണങ്ങളാണ് അതിലേക്ക് ചൂണ്ടുന്നത്. ഒന്ന്, കാലാവസ്ഥാ വ്യതിയാനം. സ്വാഭാവികമായിട്ടും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന മാറ്റങ്ങളിലൂടെ ബാക്ടീരിയൽ, വൈറൽ പ്രോളിഫറേഷൻ വളരെ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ജൈവവൈവിധ്യ ശോഷണം, നമ്മുടെ ബാക്ടീരിയ, വൈറസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു നിലനിർത്തലിൻ്റെ ആവശ്യകതയുണ്ട്. അതോടൊപ്പം തന്നെ അതിന് നശീകരണത്തിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ പരിസ്ഥിതിക്ക് അനുസൃതമായിട്ട് അതിന് നിലനിൽപ്പ് വേണ്ട ബാക്ടീരിയകൾ നിലനിൽക്കണം, നശിക്കേണ്ടവ നശിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഈ ജൈവവൈവിധ്യമാണ് അതിന് സൗകര്യമൊരുക്കുന്നത്. അതിൻ്റെ ശോഷണം വളരെയധികം ദോഷമുണ്ടാക്കുന്നു. മൂന്നാമതായിട്ടുള്ള മലിനീകരണം. ഈ മലിനീകരണം, പ്രത്യേകിച്ച് മാലിന്യവുമായി ബന്ധപ്പെട്ട മലിനീകരണം വളരെ വലിയ കാലാവസ്ഥാ വ്യതിയാനത്തിന് സാഹചര്യം ഒരുക്കുന്നതാണ്. അതായത് നമ്മളുടെ ഈ ഹരിതഗൃഹവാതകം, അതാണ് ഈ ആഗോള താപനില വർധനയ്ക്കുള്ള പ്രധാനപ്പെട്ട ഹേതു എന്ന് പറയുന്നത്. 81% ഹരിതഗൃഹവാതകത്തിൻ്റെയും കാരണം ചൂണ്ടിക്കാണിക്കുന്നത് മാലിന്യ സംസ്കരണത്തിലെ പോരായ്മകളാണ്. അപ്പോൾ ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ ശരിക്ക്
അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ വലിയ പ്രശ്നമാണ് അതുണ്ടാക്കുന്നത്. ജൈവവിദ്യശോഷണം അതുപോലെ തന്നെ. മലിനീകരണത്തിൻ്റെ സ്ഥിതിയും ഒട്ടും മോശമല്ല. കാരണം ഈ ഉണ്ടാകുന്ന ലീച്ചേറ്റുകൾ എവിടെയൊക്കെയാണോ മാലിന്യം കൈകാര്യം ചെയ്യുന്നത് അതൊക്കെ തന്നെയും ഭൂമിയിലും മണ്ണിലും അതുപോലെ ജലത്തിലേക്കും ഒഴുകിയെത്തുന്ന സ്ഥിതിയുണ്ട്. വളരെ വലിയ തോതിൽ ഹെവി മെറ്റൽസ് കണ്ടാമിനേഷൻ നമ്മളുടെ എല്ലാ ജലമേഖലയിലും കാണാൻ. അപ്പോൾ അത്തരത്തിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളുടെ വാഹകശേഷിക്ക് അതീതമായിട്ട് മാലിന്യം വർദ്ധിച്ചിരിക്കുന്നു. നമ്മളുടെ സ്വാംശീകരണ ശേഷിക്ക് പരിധിയുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഒരു പരിധിവരെ മാലിന്യം സംസ്കരിക്കുന്നുണ്ടെങ്കിലും പല മാലിന്യവും നമ്മളുടെ കൺമുന്നിൽ നിന്ന് മറയുകയാണ്. കാരണം നിരന്തരമായിട്ട് നമുക്കുണ്ടാകുന്ന മഴ, 3000 മില്ലിമീറ്റർ മഴ, അതുപോലെ നമ്മുടെ ജലമേഖല വളരെ വ്യാപൃതമാണ്. സ്വാഭാവികമായിട്ട് മഴ പെയ്യുമ്പോൾ മാലിന്യം എല്ലാം ഒഴുകി പോകും, നമ്മളുടെ കൺമുന്നിൽ മാത്രം സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ സസ്യാവരണത്തിൻ്റെ വളരെയധികം സ്വാതന്ത്ര്യമായിട്ടുള്ള സസ്യാവരണമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് മറയും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ വലിയൊരു ഈ ജൈവ വൈവിധ്യ ശോഷണത്തിൻ്റെ വലിയൊരു കാരണവും മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രശ്നങ്ങളാണ്. കാരണം മാലിന്യത്തിൽ നിന്നുണ്ടാകുന്ന വാതകങ്ങൾ ഈ ഇലകൾക്കും സസ്യങ്ങൾക്കും മൊത്തമായിട്ടും വളരെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ വാതകങ്ങളെല്ലാം തന്നെ ആ സമ്മർദ്ദത്തിൽ നിന്നും സസ്യങ്ങളുടെ പല സ്പീഷീസും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവും മലിനീകരണവും അതുപോലെ തന്നെ ജൈവശോഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒരു വശത്ത് വളർന്നു വർദ്ധിക്കുന്നു. സമഗ്രമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ പദ്ധതി അല്ലെങ്കിൽ സംവിധാനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പരിസ്ഥിതിയും കൂടെ ചേർത്ത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് പോകണം എന്നുള്ളത് വ്യക്തമാണ്. ഡോക്ടർ ജയകുമാർ, നമ്മളിപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ അപ്പോൾ KSWMPയുടെ ഒരു പക്ഷേ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ പറഞ്ഞ മാലിന്യ കൂനകളില്ലാത്ത കേരള സംസ്ഥാനത്തെ നമ്മൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ 20 ഡംപ് സൈറ്റുകൾ, അതായത് ഭീമമായിട്ടുള്ള മാലിന്യ കൂനകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 20 ഡംപ് സൈറ്റുകളിൽ നമ്മൾ മാലിന്യ കൂനകൾ നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ബയോമൈനിങ് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100 കോടി രൂപയുടെ പ്രോജക്റ്റാണത്. ഇനി അടുത്ത phase 2 എന്നുള്ള ഒരു നിലയിൽ കൂടുതൽ ബാക്കിയുള്ള കുറച്ചുകൂടെ ചെറിയ മാലിന്യക്കൂനകളും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാലിന്യക്കൂനകളില്ലാത്ത കേരളം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതിൽ നമുക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ പുതിയ മാലിന്യക്കൂനകൾ ഉണ്ടാക്കാണ്ടിരിക്കണം എന്നുള്ള ഒരു ചുമതലയും കൂടി അവിടെ ഉണ്ട്. അതെ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡംപ് സൈറ്റ് റെമഡിയേഷൻ ഉൾപ്പെടെ RDF പ്ലാന്റുകൾ ഉൾപ്പെടെ CBG പ്ലാന്റുകൾ, CNG പ്ലാന്റുകൾ എന്നിങ്ങനെ കുറേ പദങ്ങൾ നമുക്ക് മാലിന്യ സംസ്കരണ രംഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം. അപ്പം അത്തരത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച പോലെ നൂതനമായിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ച്, നിലവിൽ ലോകത്തുള്ള മാതൃകകളെക്കുറിച്ച്, അതിൽ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്ന നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? താങ്ക് യു മാഡം. ആക്ച്വലി നമുക്ക് മാഡം നേരത്തെ സൂചിപ്പിച്ച കറക്റ്റാണ്. നമുക്ക് മാലിന്യ കൂനകൾ, അതായത് അതുണ്ടായത് ആരെങ്കിലും മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതല്ല. വർഷങ്ങൾക്ക് മുമ്പേ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഒരു സ്ഥലം കണ്ടെത്തി മാലിന്യങ്ങൾ ശേഖരിച്ച് അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നതായിരുന്നു രീതി. അപ്പോൾ അതവിടെ കിടന്ന് വർഷങ്ങളായി, 30-40 വർഷം, ചില സ്ഥലത്ത് 50 വർഷത്തിൽ കൂടുതലൊക്കെ ഉള്ള മാലിന്യ കൂനകളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അവിടെ കിടന്ന് ഉണ്ടായതാണ് ഈ മാലിന്യ കൂനകളായിട്ട് പിന്നീട് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇട്ടിരിക്കാൻ പറ്റത്തില്ല. അതിനെ മാറ്റി ഒരു ശാസ്ത്രീയമായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കണം. അത്തരം എന്താ പറയുക, ലാൻഡ് നമുക്ക് റിക്ലെയിം ചെയ്യണം. അപ്പോൾ അതായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു ചലഞ്ച്. അപ്പോൾ അത് KSWMPയുടെ പദ്ധതിയുടെ അകത്ത് നിർത്തിക്കൊണ്ട് മാഡം പറഞ്ഞ മാതിരി 20 സൈറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ കൂനകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയതായി കോഴിക്കോട്ടെ ഞെളിയമ്പറമ്പും നമ്മൾ സൈൻ ചെയ്യാൻ പോവാണ്. താമസിയാതെ മാഡം അത് ആ എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കുന്നതാണ്. അപ്പോൾ അത് കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് കേരളത്തിന് ഒരു 50% വൃത്തിയാക്കി എന്ന് പറയാം. മാലിന്യം കുറച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ 50% കേരളം വൃത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്നില്ല. നമുക്കറിയാം, അത് മാലിന്യം ഇല്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഏതൊരു ഹ്യൂമൻ ആക്ടിവിറ്റിയും ഇറ്റ് ലീഡ്സ് ടു ക്രിയേഷൻ ഓഫ് എ വേസ്റ്റ്. അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നേരത്തെ ശോഭ പറഞ്ഞ മാതിരി
ഇറ്റ്സ് ഡൈയിങ് ഇൻഡസ്ട്രി ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പൊള്യൂട്ടിങ് ഇൻഡസ്ട്രീസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ തിരുപ്പൂർ മേഖലയിൽ പോയി കഴിഞ്ഞാൽ മൊത്തം ഇത് തന്നെയാണ് ഡൈയിങ് ഇൻഡസ്ട്രി, ഹൈലി പൊള്യൂട്ടിങ് ആണ്. അവിടെ താമസിക്കുന്ന അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും കാണുമ്പോൾ. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവാം, പക്ഷേ ഞാൻ കാണുന്ന സമയത്തൊക്കെ വളരെ ദയനീയമായിരുന്നു അവരുടെയൊക്കെ അവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് ഷീസ് ടോക്കിംഗ് അബൌട്ട് ചേഞ്ചിങ് ദാറ്റ് ആൻഡ് യുനോ ഗോയിങ് ഫോർ എ ട്രഡീഷണൽ വേ ഓഫ് ഡൈയിങ് ആൻഡ് ഓൾ. ദാറ്റ് ഈസ് വെരി ഗുഡ്. അങ്ങനെ ചിന്തിച്ച് വേണം നമുക്ക് വരാൻ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പം മാലിന്യത്തിൻ്റെ ഒരു ക്രിയേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 60 മില്യൺ ടൺസാണ് നമ്മൾ ആനുവലി ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലോബൽ ഒരു സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ 2.25 ബില്യനാണ് വേസ്റ്റ് ജനറേഷൻ. അപ്പോൾ നമ്മളുടെ വേസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി 3%, ലെസ് ദാൻ 3% ഓഫ് ദ ടോട്ടൽ ഗ്ലോബൽ ജനറേഷൻ. പക്ഷെ നമ്മുടെ പോപ്പുലേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 17 to 80% ഓഫ് ദി 18% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ. എന്നിട്ട് നമ്മൾ അത്രേ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളൊരു ആശ്വാസം നമ്മൾ കാണണം. ഇപ്പോൾ പെർ ക്യാപിറ്റ വേസ്റ്റ് ജനറേഷൻ എടുത്താൽ ഗ്ലോബൽ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 750 ഗ്രാമാണ് ഒരാൾ ഉണ്ടാക്കുന്നത്. അതേപക്ഷെ ഇന്ത്യയിൽ ഇറ്റ് ഈസ് ഓൺലി 110. നമ്മൾ അങ്ങനെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ KSWMPയുടെ പിന്നെ പദ്ധതിയുടെ അകത്ത് നിർത്തിക്കൊണ്ട് എല്ലാ ULBയിലുമുള്ള വേസ്റ്റിൻ്റെ ക്വാണ്ടിഫിക്കേഷൻ സ്റ്റഡി നടത്തി, ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരാൾ ഡെയിലി ഉണ്ടാക്കുന്ന മാലിന്യം എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിൽ ഓൾമോസ്റ്റ് 350 to 450 ഗ്രാംസ് ആണ്. അതേപക്ഷെ കോർപ്പറേഷനിൽ വരുമ്പോൾ ഏകദേശം 500-550 ഗ്രാമോളം വരും. ഇപ്പോൾ ഈ കോർപ്പറേഷൻ ഒരു വ്യക്തി ഉണ്ടാക്കുന്ന ഒരു 500-550 ഗ്രാമാണ്. അപ്പോൾ ഈ 550 ഗ്രാം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ അതിലൊരു 70% ബയോഡിഗ്രേഡബിൾ വേസ്റ്റാണ്, എന്ന് പറഞ്ഞാൽ അഴുകുന്ന വേസ്റ്റാണ്. അപ്പോൾ ഈ അഴുകുന്ന വേസ്റ്റ് പുറത്തിട്ടാൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു എൻവയോൺമെൻറ്റൽ പിന്നെ പ്രോബ്ലം ഉണ്ടാവും ഇനിഷ്യലി, ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ ലീഡ് ടു എൻ കാറ്റാസ്ട്രോഫി ഓൾസോ ലേറ്റർ ഓൺ. ഒരു ഹ്യൂജ് മൗണ്ടൻ, ഈ നഗരം ഉണ്ടാക്കുന്നത് ഒരു 500 TPD ആണ് ഡെയിലി, എന്ന് പറഞ്ഞാൽ 500 ടൺസ് ഡെയിലി ഈ നഗരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു മലയായിട്ട് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഇത്തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുക, അത് ഒന്നുകിൽ നേരത്തെ സാറ് പറഞ്ഞ മാതിരി നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യണം. പക്ഷേ എല്ലായിടത്തും അത് പോസിബിൾ ആവില്ല. അപ്പോൾ ഒരു ഓവർഫ്ലോ വേസ്റ്റ് ഉണ്ടാവും. ആ ഓവർഫ്ലോ വേസ്റ്റ് മാനേജ് ചെയ്യാൻ നമ്മൾ റീജിയണൽ ഫെസിലിറ്റീസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് KSWMPയുടെ കീഴിൽ തന്നെ നമ്മൾ BioCNG പ്രൊഡക്ഷൻ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടെക്നോളജിയാണ്, അത് തന്നെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതനുസരിച്ച് ഈ മാലിന്യത്തിൽ നിന്നും അഴുകുന്ന മാലിന്യത്തിൽ നിന്നും വരുന്ന ഒരു ബയോഗ്യാസ് ഉണ്ടാക്കുന്നു. ആ ബയോഗ്യാസ് എന്ന് പറയുന്നത് മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 60% വരുന്നത് മീഥേനാണ്. മീഥേൻ ഈസ് എ കമ്പസ്റ്റബിൾ ഗ്യാസ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് CNGയുടെ നാച്ചുറൽ ഗ്യാസിൻ്റെ കലോറിഫിക് വാല്യൂവിന് ഇക്വലൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് എന്തിനൊക്കെ ഉപയോഗിക്കാമോ അതിനൊക്കെ ഈ ഗ്യാസും ഉപയോഗിക്കാൻ പറ്റും. അതായത് വണ്ടി ഓടിക്കാൻ, അല്ലെങ്കിൽ പവർ ജനറേഷന്, അല്ലെങ്കിൽ ഫ്യൂവലായിട്ട്, അതായത് കുക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പല പർപ്പസിനും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വേസ്റ്റ് ടു എനർജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. പിന്നെ ബയോളജിക്കൽ റൂട്ട്, വേസ്റ്റ് ടു എനർജി തെർമൽ റൂട്ടിലുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബയോളജിക്കൽ, കേരളത്തിൽ അനുയോജ്യമായ 2 പ്രോസസ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഒന്ന് കമ്പോസ്റ്റിംഗ് ആണ്, മറ്റത് ബയോമെത്തനേഷനാണ്. കാര്യം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ 2 ടെക്നോളജി. പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ടെക്നോളജികളാണ് ഇത് രണ്ടും. ഇതിൽ പുതിയ നമ്മൾ കണ്ടുപിടിച്ചതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റിയ ടെക്നോളജി, മാഡം ടെക്നോളജിയെക്കുറിച്ച് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് നമുക്ക് അനുഗ്രഹമായിട്ട് കിട്ടിയിരിക്കുന്ന 2 ടെക്നോളജികളാണ്. അത് മൈക്രോബ്സ് ആണ് അതിൽ ആക്ട് ചെയ്യുന്നത്. അതിലൂടെയാണ് ഇത് വിഘടിച്ച്, അത് ഇപ്പം നമ്മുടെ ശരീരമായാലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു, അത് മൈക്രോബ്സ് ആണ് ഡീഗ്രേഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ഒരു അനുഗ്രഹം നമുക്കുണ്ട്.
അപ്പോൾ അത്തരം മൈക്രോബിയൽ ആക്ഷനിലൂടെ നടക്കുന്ന പ്രോസസ്സാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ വീടുകളിൽ ചെയ്യുന്നതായാലും അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ഫെസിലിറ്റിയിൽ ചെയ്യുന്നതായാലും എപ്പോഴും നമ്മൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ടെക്നോളജികൾ മാത്രം അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ വേൾഡ് ബാങ്ക് മിഷൻ നടക്കുകയാണ്. ഇപ്പോൾ വേൾഡ് ബാങ്ക് ടീം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ലാൻഡ് ഫില്ലിനെ കുറിച്ചുള്ള ചർച്ച ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത വസ്തുക്കൾ കൊണ്ടുപോയി ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ആണ് നമ്മൾ ലാൻഡ് ഫിൽ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ ലാൻഡ് ഫില്ലിലേക്ക് എത്തുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനെ കൂടുതലും റീയൂസ് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ ശോഭ പറഞ്ഞ മാതിരി നമ്മൾ ഡിസൈൻ സ്റ്റേജിൽ തന്നെ ഈ വേസ്റ്റ് ആകാത്ത വസ്തുക്കൾ കൊണ്ട് ഡിസൈൻ ചെയ്യുക, വേസ്റ്റായി മാറാത്ത വസ്തുക്കളുണ്ട്. അപ്പോൾ ഇന്ന് ലോകം സംസാരിക്കുന്ന ഒരു സീറോ ലാൻഡ് ഫിൽ കൺസെപ്റ്റ് ഉണ്ട്. അത് ഒരിക്കലും അത് ജസ്റ്റ് ഇറ്റ്സ് എൻ ഇമാജിനേഷൻ, അല്ലാതെ ഒരു സീറോ ലാൻഡ് ഫിൽ എന്ന് പറയുന്ന ഒരു സംഗതി എത്തത്തില്ല. പക്ഷെ നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി ഒരു പരിശ്രമം തുടരാം. അത് ഈ പറഞ്ഞ മാതിരി ഡിസൈൻ സ്റ്റേജിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇന്നത്തെ കേസിൽ നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഒരുപാട് സാധനങ്ങൾ റിജക്ട്സ് ആയിട്ട് വരുന്നുണ്ട് ലാൻഡ് ഫില്ലിലേക്ക് പോകേണ്ടതായിട്ട്. അപ്പോൾ ലാൻഡ് ഫില്ല് പോലുള്ള സംവിധാനങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഡിസൈൻ സ്റ്റേജ് മുതൽ തുടങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഡോക്ടർ ജയകുമാർ ഇപ്പോൾ ലാൻഡ് ഫില്ലിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആ ഒരു അഭ്യർത്ഥന കൂടി നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ ഒന്ന് വെക്കുകയാണ്. കാരണം ലാൻഡ് ഫിൽ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നിഷ്ക്രിയമായിട്ടുള്ള വസ്തുക്കളാണ്. അതിൽ യാതൊരു ദുർഗന്ധമോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള മലിനീകരണമോ ഒന്നും സംഭവിക്കാത്ത ചില വസ്തുക്കളായിരിക്കും ലാൻഡ് ഫില്ലിലേക്ക് വരിക. പക്ഷെ അങ്ങനെ ആയിട്ട് പോലും ലാൻഡ് ഫില്ലിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇന്നും നമ്മുടെ നാട്ടിൽ അതിനോട് മമത പുലർത്താത്ത, അതിനെതിരെ പ്രതിഷേധിക്കുന്ന ജനങ്ങളാണ് കൂടുതലും ഉള്ളത്. ബിക്കോസ് അത് മെയിൻലി എനിക്ക് തോന്നുന്ന ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉള്ളതുകൊണ്ടാണ്. ബിക്കോസ് നേരത്തെ അങ്ങനെ സ്ഥലം കൊടുത്തതെന്ന് അവിടെ സംഭവിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് കാരണമാണ് എല്ലാവരും നോ 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 പറ്റില്ല, അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടത്. അതെ, അപ്പം അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ പറഞ്ഞ നമ്മൾ ഡംപ് സൈറ്റ് റെമഡിയേഷൻ ചെയ്യുന്നു എന്നുള്ളതും. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന മാലിന്യ കൂനകളല്ല ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ എന്നുള്ളത് നമ്മുടെ ജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ തുടരെ ആ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാവരും പങ്കാളികളാകണം, എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഈ ഒരു വേദിയിലൂടെ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് തുറക്കുന്നതിന് മുൻപ് ശോഭയോട് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. കാരണം നമ്മളിവിടെ സംസാരിച്ച പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സോഷ്യൽ ഡയമെൻഷൻ എന്നുള്ളത് കൂടിയുണ്ട്. അത് ആദ്യം ശോഭ സംസാരിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി. പക്ഷേ ഇന്നും നമ്മുടെ ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള ഒരു വലിയ ഒരു ജനായത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാലിന്യ സംസ്കരണ രംഗത്ത് ഇത്രയും അധികം ആളുകൾ പ്രവർത്തിക്കുന്ന മറ്റ് ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല എന്ന് നമുക്ക് അഭിമാനപുരസരം പറയാൻ സാധിക്കും. ഇന്ന് 37,000 വ്യക്തികളാണ് ഹരിതകർമ്മസേനയുടെ അംഗങ്ങളായിട്ടുള്ളത്. 37,000-ലേറെ സഹോദരിമാർ ഹരിതകർമ്മസേനയുടെ അംഗങ്ങളായിട്ടുണ്ട്. അവരുടെ ഈ പറഞ്ഞ പോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണെങ്കിലും കേന്ദ്രീകൃതമായിട്ടുള്ള ഞങ്ങളുടെ പോലെയുള്ള പ്രോജക്ട്സുകളിലാണെങ്കിലും എല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ അത്രയധികം ആളുകളുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സ്ത്രീകളാണ്. മാലിന്യ സംസ്കരണം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ ഒരു സാധാരണ വീട്ടിൽ, ഒരു കുടുംബത്തിൽ അത് ആ വീട്ടിലെ വീട്ടമ്മ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അമ്മ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അതൊരു സ്ത്രീയുടെ ചുമതലയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, ഒരു മിഥ്യാധാരണ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാവരും വച്ചു പുലർത്തുന്നുണ്ട്. സോ can you tell us about that gender perspective or misalignment? അതെനിക്ക് തോന്നുന്നു അതും അഗൈൻ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അമ്മയാവുമ്പോൾ തന്നെ കുട്ടികൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ആസ് പേരൻസ് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കേണ്ട കാര്യമാണ്. സ്പെഷ്യലി ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ അമ്മയുടെയും അല്ലെങ്കിൽ അച്ഛൻ്റെ, സ്പെഷ്യലി എനിക്ക് തോന്നുന്നു അമ്മയുടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ടു ടീച്ച് ഹിം ടു റെസ്പെക്ട് വിമൻ.
അത് അമ്മയെ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങുന്നതിൽ നിന്ന് തന്നെ അത് തുടങ്ങേണ്ടതാണ്. അതായത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടി ഉണ്ടെങ്കിലും രണ്ടുപേർക്കും ഒരേ കാര്യം ഇപ്പം മറ്റൊരാളുടെ അടുത്ത് പാത്രം കഴുകരുത് എന്ന് പറയുമ്പോൾ അവിടെ അവനിൽ ആ ഒരു ഇത് വളരുകയാണ്, ഈഗോ എന്നുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഞാൻ ഈ ജെൻഡറിൽ നിന്നും ഞാൻ കുറച്ചും കൂടെ ഞാൻ ഉയർന്നതാണ്, ഒരു ജെൻഡർ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള ഇത് അവിടെ നിന്ന് നമ്മൾ ആ മാറ്റം തുടങ്ങണം. മാലിന്യ സംസ്കരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശോഭ പറഞ്ഞ പോലെ കഴിക്കുന്ന പാത്രം കഴുകുക എന്നുള്ളതിൽ നിന്ന് അത് ആരംഭിക്കുകയാണ്. അപ്പം ഇപ്പം മോൻ ശരിക്കും സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സ് കഴുകിയാണ് തിരിച്ചു കൊണ്ടുവരാറുള്ളത്. അപ്പം വീട്ടിലെ അമ്മ അവനോട് ഇങ്ങനെ പറയും, ഇവൻ ഇത് ഭക്ഷണം കഴിക്കുകയാണോ കളയുകയാണോ എന്ന് നമുക്കറിയത്തില്ല, എല്ലാം കഴുകിയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടെന്ന്. പക്ഷെ ഞാൻ പറയും കുഴപ്പമില്ല, കാരണം സ്കൂളിൽ അവൻ തന്നെയാണ് ഈ പാത്രം കഴുകി അത് ഉണക്കിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ശീലം നമുക്ക് തൽക്കാലം ഇല്ലാണ്ടാക്കണ്ട, അതുകൊണ്ട് കഴിച്ചോ എന്നുള്ളത് നമുക്ക് വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. പക്ഷെ അവൻ പാത്രം കഴുകിക്കോട്ടെ എന്ന് പറയും ഞാൻ. അപ്പോൾ ശോഭ ഇപ്പോൾ ആ കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഓർത്തതാണ്. ഐ തിങ്ക് അജയകുമാർ സാർ അതിനെക്കുറിച്ച് എന്തോ പറയാൻ ആഗ്രഹിച്ചു. ഐ കം ബാക്ക് ടു യു ആഫ്റ്റർ ശോഭ. ഹരിത കർമ്മസേനയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമില്ലായ്മയുടെ കാര്യം കൂടെ പറയണമെന്ന് തോന്നിയത്. ഹരിത കർമ്മസേന വലിയൊരു പിന്നെ സേവനം നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ വളരെ വലിയൊരു ഉത്തരവാദിത്വമില്ലായ്മ നമ്മൾ അവരോട് കാണിക്കുന്നുണ്ട്. കാരണം കേരളം 2014 മുമ്പ് തന്നെ, 2014 കേന്ദ്രം ഈ മാനുവൽ സ്കാവെഞ്ചിങ് നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് തന്നെ കേരളത്തിൽ മാനുവൽ സ്കാവെഞ്ചിങ് ഒക്കെ ഇല്ലാതായി കഴിഞ്ഞിരുന്നു. അപ്പോൾ കേരളം അത്തരത്തിലൊരു താല്പര്യം എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ എല്ലാ മാലിന്യവും അവരിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ഹ്യൂമൻ ഫീക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാനുവൽ സ്കാവെഞ്ചിങ് ഇല്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൽ മാനുവൽ സ്കാവെഞ്ചിങ്ങിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിന് ഒരു ഉത്തരവാദി നമ്മൾ കൂടെയാണ്. കാരണം നമ്മളുടെ സാങ്കേതിക പോരായ്മകൾ അതിനകത്ത് പ്രശ്നമുണ്ട്. കാരണം എവിടെയെങ്കിലുമൊക്കെ ഈ പിന്നെ സാനിറ്ററി നാപ്കിൻസൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തിനോ പ്രാദേശിക സർക്കാരുകൾക്കോ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അവർ ആ ജോലി ചെയ്യേണ്ടി വരുന്നു. അത് വലിയ തെറ്റാണ് അവരോട് ചെയ്യുന്നത്. അപ്പോൾ ആ തെറ്റ് ഒഴിവാക്കാനായിട്ട് അടിയന്തരമായിട്ട് അങ്ങനെയുള്ള മേഖലകളിൽ സാങ്കേതിക രീതികൾ കണ്ടെത്തിക്കൊണ്ട് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായത് ശ്രദ്ധയിൽ പെടുകയും അതിന് വേണ്ടുന്ന പരിഹാര നടപടികൾ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർ അജയകുമാർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സാനിറ്ററി നാപ്കിൻസിൻ്റെ ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. ആ ഒരു പദ്ധതിയും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ 7 സാനിറ്ററി ഇൻസിനറേറ്റർ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇപ്പോൾ സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്ററും അത് വീടാന്തരം എങ്ങനെയാണ് ശേഖരിക്കേണ്ടത് എന്നുള്ളത് ആപ്പ് മുഖേന, ഇപ്പോൾ ആക്രി ആപ്പൊക്കെ ഉള്ളതുപോലെ ആപ്പ് മുഖേന അത് ശേഖരിച്ച് എങ്ങനെയാണ് കൊണ്ടുവന്ന് കേന്ദ്രീകൃതമായിട്ട് സംസ്കരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുമുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും പദ്ധതിയും ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ആ പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അത് ഞാൻ ഇപ്പം ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് ഒരു പ്രോഡക്റ്റിൽ നിന്ന് വേറൊരു പ്രോഡക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാം എന്നുള്ള കാര്യം. സബ്സ്റ്റിറ്റ്യൂട്ട് വിച്ച് ഇസ് ഇപ്പം ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം സാനിറ്ററി നാപ്കിൻസ് ആണ്. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മെൻസ്ട്രൽ കപ്പിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ ചോയ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസിഷൻ മേക്കേഴ്സ്, കോൺഷ്യസ് ബയേഴ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് ആവണം, റെസ്പോൺസിബിൾ ഡിസിഷൻ മേക്കേഴ്സ് ആവണം എന്നുള്ളൊരു കാര്യം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം അതായിരിക്കാം. വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഡെഫിനറ്റ്ലി കൈത്തറിയിൽ ഇപ്പം പിറ്റ്ലൂംസിനെ റിവൈവ് ചെയ്യാൻ ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ പോലും അന്ന് ഞാൻ വീവ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം ഉണ്ടാവും ഒരു എക്സിബിഷൻ ഫസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പേ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ എന്താണ് അവിടെ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ. അങ്ങനെ കണ്ടതാണ് ഫസ്റ്റ് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ബാൻ ചെയ്ത സമയമുണ്ട്. ഞങ്ങൾ 15 years ബാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടോട്ട് ബാഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വീവേഴ്സ് വില്ലേജ് ആണിത്
ആ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം കേരളത്തില്. അത് കുടുംബശ്രീ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ അത്, ബിക്കോസ് എനിക്ക് ഒരു ഒന്നുമില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിൽ ഒന്നുമില്ല, 0 ബഡ്ജറ്റിൽ ഞാൻ തുടങ്ങിയ ഒരു ബ്രാൻഡാണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് അന്ന് ആ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കി നല്ലൊരു ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തു, വിച്ച് വാസ് ടോട്ട് ബാഗ്സ്. അതും വേസ്റ്റ്, ക്ലോത്ത് വേസ്റ്റിൽ നിന്നും. അത് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ കുടുംബശ്രീ പോലെ നല്ലൊരു, എന്താ, എനിക്ക് തോന്നില്ല ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഘമുണ്ടെന്ന്. അതും വനിതകളുടെ, നമുക്ക് ഭയങ്കര അഭിമാനിക്കാൻ പറ്റിയ എല്ലാ എന്താ സ്റ്റേറ്റ്സിലും അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ അവരെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അവർക്കതൊരു ഇൻകം ജനറേഷനുമായി, എന്നാൽ നമുക്ക് പ്ലാസ്റ്റിക് ബാൻ ചെയ്യാനും പറ്റി. ഞാൻ അഡ്വാൻസ്, അതെന്ന് എനിക്ക് IBS ആണ്, ഐ സ്റ്റിൽ റിമെമ്പർ. കോർപ്പറേറ്റ് അന്നൊരു ഓർഡറാണ് കിട്ടിയത്, എത്രയോ ബാഗ്സിൻ്റെ ഒരു ഇവൻറ്റ് നടന്നപ്പോൾ അവരും ആ ഡിസിഷൻ എടുത്തു ടു സ്വിച്ച് ഫ്രം ദിസ് തിങ് ആൻഡ് ഇതൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് വാങ്ങിച്ചു, ഞാൻ അവർക്ക് മെറ്റീരിയൽ കൊടുത്തു, അവർക്ക് ട്രെയിൻ ചെയ്തു, ലാഭം കിട്ടി. ആൻഡ് ദെൻ ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ഓൾ സ്റ്റാർട്ടഡ്, യുനോ. പിന്നെ ഒരു എക്സിബിഷൻ ഇട്ട് സക്സസ്ഫുൾ ആയി, പിന്നെ അതിങ്ങനെ പോയി. ഇപ്പോൾ 15 വർഷം വേണം ഐ ലുക്ക് ബാക്ക്. ഒരുപാട് അതുപോലെ ഈ പറഞ്ഞ പോലെ നിർഭയ ഷെൽട്ടർ ഹോമായിട്ടും മഹിളാ മന്ദിരമായിട്ടൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി. വേസ്റ്റിൽ നിന്നും ജുവലറീസ് കുട്ടികളുണ്ടാക്കി അത് വിറ്റിട്ട് അവർക്കൊരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറുതല്ല, വലിയ കാര്യങ്ങളാണ്. We just need to put our first step and be a leader, transformation leader. It's woven of millions of threads, so അതുപോലെ തന്നെ this is a shared responsibility that all of us have to consider our own. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, പക്ഷേ നമ്മൾ ഓരോരുത്തരും അത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതി പ്രവർത്തിക്കുക തന്നെ വേണം. അവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കണം. ഗ്ലാസ് ബോട്ടിൽ ഇല്ല, ഇവിടെ ഗ്ലാസ് ആണ് കാണുന്നത്, നമുക്ക് തന്നത് ടാഗ്, സ്മോൾ തിങ്സ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. കഴിഞ്ഞ 17 വർഷമായിട്ട് ഈ ഹരിതകർമ്മസേനയിൽ നിന്നും വരുന്ന പ്രവർത്തകർക്ക് ഫുഡ് വേസ്റ്റ് പോലുള്ള മാലിന്യങ്ങൾ, പച്ചക്കറി മാലിന്യങ്ങൾ കൊടുക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 17 വർഷം മുമ്പ് ഇതേപോലെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇതെടുത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കും. പക്ഷെ അവർ സമയത്തിന് വരാതെ അത് കാക്കകളും പട്ടികളും എടുക്കുന്ന അവസ്ഥ വന്നു. അന്ന് ഞാൻ ബയോടെക്കിൻ്റെ ഒരു പ്ലാന്റ്, അന്ന് 15,000 രൂപയായി, അതിന് സബ്സിഡി കഴിഞ്ഞ് 7,500 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇപ്പോഴും അത് വളരെ ഭംഗിയായിട്ട്, ഒരിക്കൽ മാത്രം അതിൻ്റെ ഖരമാലിന്യങ്ങൾ കുറച്ച് മാറ്റേണ്ടതായിട്ട് വന്നു. ഇപ്പോഴും ഞാനത് വളരെ ഭംഗിയായിട്ട് വീട്ടിൽ 17 വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ എൻ്റെ ലാഭം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മിക്കവാറും ചോറ് വയ്ക്കാനും വെള്ളം തിളപ്പിക്കാനുമുള്ള ഗ്യാസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന ലിക്വിഡ് സ്ലറി അതെനിക്ക് പച്ചക്കറിക്ക് ഇടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാലിന്യം അവരവരുടെ ഉത്തരവാദിത്വമാണെന്ന് മേഡം പറഞ്ഞ് സർക്കാരിൻ്റെ ക്യാമ്പയിനും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒന്നുകൂടി ഇതേപോലെയുള്ള അവരവരുടെ ഉത്തരവാദിത്വമാണെന്നുള്ള രീതിയിൽ ഇതേപോലത്തെ പ്ലാന്റുകൾ കുറച്ചുകൂടി സബ്സിഡിയിൽ എല്ലാവരും വയ്ക്കാൻ ഒരു നടപടികൾ കൂടി സ്വീകരിച്ച് കുറച്ചുകൂടി ഇത് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താൽ കുറച്ചുകൂടി ഫലപ്രദമായി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള ആ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് അഭിനന്ദനങ്ങൾ. അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ബയോ ബിന്നുകൾ ഉൾപ്പെടെ അത്തരം പ്ലാന്റുകൾ വിതരണം ചെയ്യുകയും സബ്സിഡികൾ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലും ഇനിയും നമുക്ക് തീർച്ചയായിട്ടും കുറേ അധികം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതിൽ പൂർണ്ണ ബോധവതിയാണ്. താങ്ക് യു. ചോദ്യത്തിനും ഉത്തരത്തിനും വളരെയധികം നന്ദി.